കേരളത്തിൽ ഇപ്പോൾ ടെലിവിഷൻ ചാനലുകൾ തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ബെഡ്റൂമിലെ വിഷയങ്ങളാണ് പരസ്യമായി ചർച്ചകളിൽ മുഴുവനും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പലപ്പോഴും പല ചർച്ചകളിലും 5ഉം 6ഉം പേരിരുന്നു കൊണ്ട് അതിജീവിത എന്നൊക്കെ പേരിട്ടുകൊണ്ട് ഉഭയസമ്മതപ്രകാരം ചെയ്തിട്ടുള്ള ചില വിഷയങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ വല്ലാതെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, രാഹുലിൻ്റെ ഈ വിഷയം എന്ന് പറയുന്നത് ഏതൊരു രാഷ്ട്രീയക്കാരനും തികച്ചും ഒരുപാട് പാഠമുള്ള ഒരു വിഷയമാണ് എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ ജീവിതം നയിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പൊതുവായി ഈ സമൂഹത്തിൽ ഇറങ്ങി സാമൂഹിക പ്രവർത്തനത്തിന് തിരിച്ച രാഷ്ട്രീയക്കാർക്കും മറ്റു വ്യക്തികളുമൊക്കെ എത്തരത്തിൽ അവരുടെ ജീവിതം തിട്ടപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ള കൃത്യമായ പാഠമാണ് ഈ വിഷയത്തിലുള്ളത്. നമ്മുടെ മാനസിക വൈകൃതങ്ങളൊക്കെ മാറ്റിവെക്കണം എന്നുള്ളതാണ്. ഇവിടെ കൃത്യമായ അശ്രദ്ധ പാർട്ടിക്കും അതുപോലെ തന്നെ ഈ പാർട്ടി പ്രവർത്തകനും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം കോൺഗ്രസ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ ഇക്കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല പോലും പറയുന്നത് വളരെ മുമ്പ് തന്നെ ഇദ്ദേഹത്തിനെതിരെ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വളരെ വലിയ പരാതികൾ പലപ്പോഴും ലഭിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ്. അന്നൊക്കെ പരാതി ലഭിച്ചിട്ടുള്ള ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വീണ്ടും വീണ്ടും നേതൃസ്ഥാനങ്ങളും മറ്റുമൊക്കെ കൊടുത്തുകൊണ്ട് വളർത്തിയെടുത്തത്, അതായത് ഇയാളുടെ ഈ വൈകൃതത്തെ മാറ്റിയെടുക്കുന്നതിന് പകരം ഇയാളെ കയറൂരി വിട്ടുകൊണ്ട് ഇത്തരത്തിൽ വീണ്ടും സ്ഥാനങ്ങൾ കൊടുത്തതിൽ കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ അത്തരത്തിലൊരു വീഴ്ച പറ്റിയിട്ടുണ്ട്. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിന് ചില വൈകൃതങ്ങൾ, നമുക്കറിയാം, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ നാം കണ്ടവരോ നാം നേരിട്ടറിഞ്ഞതോ അല്ല. നമ്മൾ ഇത്തരത്തിലൊരു വിഷയം നടന്നു എന്നൊന്നും എന്നെപ്പോലെയുള്ളൊരു സാധാരണക്കാരൻ ചില രാഷ്ട്രീയ ആരോപണങ്ങളോ പേരിലോ അല്ലെങ്കിൽ ഉഭയസമ്മതപ്രകാരം നടന്നിട്ടുള്ള ഏതെങ്കിലും ഒരു വിഷയം അത്തരത്തിൽ നടന്നിട്ടുണ്ടെന്നോ ഇല്ലെന്നോ പറയാനല്ല ഞാനിവിടെ ആഗ്രഹിക്കുന്നത്. ഇത്തരത്തിൽ രാഹുലിന്റെ വിഷയത്തിൽ ഇത്തരത്തിൽ പല പരാതികളും മുന്നോട്ട് വരുന്ന സന്ദർഭത്തിൽ രാഹുലിന്റെ ഈ വൈകൃതം, ഈ ഒരു വിഷയം എന്ന് പറയുന്നത് പല രാഷ്ട്രീയക്കാർക്കും സമൂഹത്തിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്നവർക്കും അതൊരു പാഠമാണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഭാരതീയ ന്യായ സംഹിതയിലും അതുപോലെ നിയമത്തിലും ഒക്കെയും ഈ ഉഭയസമ്മതപ്രകാരമുള്ള ഈ ബന്ധപ്പെടലൊക്കെ നമ്മുടെ രാജ്യത്ത് നിയമപ്രകാരം അനുവദിച്ചതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഇതിനൊന്നും അനുകൂലമാണെന്നോ ഇത്തരം വിഷയങ്ങൾക്ക് അനുകൂലിക്കുന്ന ഒരാളാണെന്നോ അല്ല ഞാൻ പറയുന്നത്. നമ്മുടെ നിയമം ഇത്തരത്തിൽ ഉഭയസമ്മതപ്രകാരമുള്ള ഈ വിഷയങ്ങളൊക്കെ അനുവദിച്ചിട്ടുള്ളതാണ്. പക്ഷേ പലപ്പോഴും പല വിഷയങ്ങളും ഇങ്ങനെ സ്ത്രീകൾ അവർ മുന്നോട്ട് വന്നുകൊണ്ട് ആർക്കെതിരെയും പരാതി കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലും നമ്മുടെ നിയമത്തിലും ഉണ്ടായി എന്നുള്ളത് ദൗർഭാഗ്യകരം എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഈ രാഹുലിനെ തന്നെ അദ്ദേഹത്തിന് തെറ്റു പറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള വേറെ ഒരു വിഷയമാണെങ്കിലും പിച്ച് ചീന്തുകയാണ് ഇപ്പോൾ സമൂഹത്തിൽ. TV മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും അദ്ദേഹത്തെ നമ്മുടെ തെരുവ് നായ്ക്കൾ ചെയ്യുന്ന ചില വീഡിയോകൾ കാണാറുണ്ട്. ചില ജീവികളെയൊക്കെ കൂട്ടം ചേർന്നുകൊണ്ട് ആക്രമിക്കുന്നു നമ്മൾ കാണാറില്ലേ? അതിനും അപ്പുറത്തേക്കാണ് എൻ്റെ മനസ്സിൽ ഈ ഒരു വിഷയം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ കയറി നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിന് നടുക്കും രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പോരാട്ടം നമ്മൾ അദ്ദേഹത്തിന് ഒരു സല്യൂട്ട് കൊടുക്കേണ്ട രീതിയിൽ തന്നെയാണെന്ന് പറയാതെ വയ്യ. കാരണം ഈ വിഷയം കേട്ടാൽ നമുക്ക് ചോറ് തിന്നുന്ന ഏതൊരു മനുഷ്യ ജീവനും അറിയാവുന്നതാണ്. ഇതൊക്കെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ രണ്ടുപേരും സമ്മതത്തോടു കൂടി നടന്നിട്ടുള്ള ചില വിഷയങ്ങളാണ്. എന്നാൽ പിന്നീട് ചില അസ്വാരസ്യങ്ങൾ വരുന്ന സമയത്ത്, പിന്നീട് ചില ബോധ്യങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അത് രാഷ്ട്രീയ പ്രേരിതമായും മറ്റും മുതലെടുപ്പിന് വേണ്ടി സമയവും കാലവും കുറിച്ചുകൊണ്ട് പരാതി കൊടുക്കുന്നതാണ്. ഇതിൽ സാമ്പത്തികമോ രാഷ്ട്രീയപരമോ ആയ ചില ലാഭങ്ങൾ ചിലർ കൊയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇതിനൊക്കെ അപ്പുറത്ത് ഇത്തരത്തിൽ ഏതൊരു സ്ത്രീക്കും ഇങ്ങനെയൊക്കെ നടന്ന് സമൂഹത്തിൽ ചില പുരുഷന്മാരുടെ പേരും പദവിയും ഒക്കെ കളഞ്ഞുകൊണ്ട് ഇത്തരത്തിലൊക്കെ പ്രവർത്തിച്ചതിന് ശേഷം അവർക്ക് ആരെയും നോക്കാതെ പോയി പരാതി കൊടുക്കുവാനും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് തന്നെ നേരിട്ട് കയറി ചെന്ന് ഇത്തരത്തിൽ പരാതി ബോധ്യപ്പെടുത്തുവാനും പിന്നീട് അവർ പൂർണ്ണമായും സമൂഹത്തിൽ നിന്ന് ഹൈഡ് ചെയ്യപ്പെടുമെന്നുള്ള നമ്മുടെ നിയമത്തിൻ്റെ ഒരു വലിയ പരിഗണനയിൽ അവരിങ്ങനെ നിൽക്കും. എന്നാൽ ഈ പുരുഷന്റെ അവസ്ഥ എന്താണ്? അപ്പൊ ആ ഒരു അവസ്ഥയിലാണ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രാധാന്യം വ്യക്തമാകുന്നത്. നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും
അതിജീവിതക്കൊപ്പമാണ്. എന്നാൽ രാഹുൽ ഈശ്വർ ഒരു പുരുഷന്മാർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു മൂല്യം ഞാനിങ്ങനെ മനസ്സിലാക്കുകയാണ്. ഈ സ്ത്രീ വിവാഹിതയാണ് എന്നുള്ള ഒരു വിഷയം തന്നെ സമൂഹത്തോട് വിളിച്ചു പറയുന്നത് ഈ രാഹുൽ ഈശ്വറാണ്. ഈ സ്ത്രീ വർക്ക് ചെയ്യുന്ന ഏതോ ഒരു ചാനലിലാണ്, മലയാളത്തിലെ ഒരു പ്രമുഖ ചാനലിലാണ് വർക്ക് ചെയ്യുന്നത് പറയുന്നു. ചില പരാമർശങ്ങളിൽ ഒരു BJP നേതാവിന്റെ ഭാര്യയാണെന്ന് പറയുന്നു. അങ്ങനെയൊക്കെയുള്ള ചില വിഷയങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ആ TV ചാനലുകാർ തന്നെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് രാഹുലിനെ ഒന്നുമല്ലാതാക്കാനുള്ള ഒരു നീക്കമായി നമുക്കേവർക്കും മനസ്സിലാവുന്നതാണ്. പക്ഷെ ഇതിനെയൊക്കെ സമൂഹത്തിൽ വളരെ കൃത്യമായി ഇതിന്റെ കാര്യങ്ങൾ കുറച്ചെങ്കിലും ബോധ്യപ്പെടുത്തി കൊടുത്ത് ജനങ്ങളുടെ തെറ്റിദ്ധാരണ ഇല്ലാതാക്കുവാനുള്ള രാഹുൽ ഈശ്വറിന്റെ ചില ഇടപെടലുകൾ അത് സമ്മതിക്കാതെ വയ്യ. ആര് തെറ്റ് ചെയ്താലും തെറ്റ് തന്നെയാണ്. ആര് പീഡിപ്പിക്കപ്പെട്ടാലും നമ്മൾ പീഡിപ്പിക്കപ്പെട്ടവരുടെ കൂടെയാണ്. പക്ഷെ ഉഭയസമേത പ്രകാരം എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ തെറ്റ് ചെയ്യുന്നത് പരാതിക്കാരിയും അതുപോലെ തന്നെ അപ്പുറത്തിരിക്കുന്ന വ്യക്തിയും രണ്ടുപേരും തെറ്റുകാർ തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. പക്ഷേ നിയമത്തിൻ്റെ മുന്നിൽ രണ്ടു പേർക്കും ഇതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ എല്ലാം നടന്നു കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിൽ പരാതി കൊടുക്കുന്നത് വളരെ വൃത്തികെട്ട ഒരു വിഷയം തന്നെയാണ്. ഇവിടെ ഈ വിഷയം നമുക്കറിയാം. 2-3 മാസങ്ങൾക്ക് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിൽ ചില പരാതികൾ ഉയർന്നു വന്നു. അന്ന് വേണമെങ്കിൽ മാർച്ചിലോ മറ്റോ മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഈ സംഭവത്തിൽ തന്നെ അന്ന് വേണമെങ്കിൽ ഈ പെൺകുട്ടിക്ക് പരാതി കൊടുക്കാമായിരുന്നു. പക്ഷെ അന്ന് പരാതി കൊടുത്തില്ല. കാരണം CPM-ഉമായി ഉണ്ടാക്കിയ ഒരു ധാരണയാണ് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം നമുക്കറിയാം ഇലക്ഷൻ വരികയാണ്, അപ്പോൾ നമുക്ക് ഇതിനെ പുറത്തിടാം എന്ന് കരുതി തന്നെ ആയിരിക്കണം കോൺഗ്രസ് പാർട്ടിയെ പിച്ച് ചീന്താൻ വെച്ചിട്ടുള്ള ഒരു മരുന്നായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ ഇലക്ഷന് വെച്ചതല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത ഇലക്ഷന് വെച്ചതായിരിക്കാം. പക്ഷെ ഈ ഇലക്ഷൻ അടുത്തപ്പോൾ കാര്യങ്ങൾ വളരെ വലിയ CPM-ന് ഇവിടെ കേരളത്തിൽ വലിയ അടിയാണിപ്പോൾ ഈ ശബരിമല വിഷയത്തിൽ ഏറ്റിട്ടുള്ളത്. അയ്യപ്പൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ വിഗ്രഹങ്ങൾ സ്വർണം മോഷ്ടിക്കലും മറ്റു വിഷയങ്ങളുമൊക്കെ സമൂഹത്തിൽ CPM-ന്റെ ഒരുപക്ഷെ മന്ത്രിയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. പലരും അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അത്തരത്തിലൊക്കെയുള്ള CPM-ന്റെ മുഖം ഇവിടെ ഏറ്റവും വലിയ ഒരു മതവിഭാഗം എന്ന് പറയുന്ന ഹിന്ദുക്കൾക്കിടയിൽ റേറ്റിംഗിൽ വളരെ ഇടിവ് വന്നിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സന്ദർഭം മുതലെടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ വിഷയം എടുത്തിടുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് തന്നെ നേരിട്ട് പോയി പരാതി കൊടുക്കാനുള്ള അവസരം ഒരുക്കുകയും ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറുകയും അങ്ങനെ കോൺഗ്രസ് പാർട്ടിയെയും ഈ വിഷയം മറക്കുവാൻ വേണ്ടി, ശബരിമലയിലെ വിഷയം മറച്ചു വെക്കുവാൻ വേണ്ടി രാഹുൽ ഈശ്വറിനെ വീണ്ടും 3 മാസങ്ങൾക്ക് ശേഷം സമൂഹ മധ്യത്തിൽ വീണ്ടും പിച്ചി ചീന്തുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ. ഇത്തരത്തിൽ പല ആളുകളും ഇപ്പോൾ പ്രതികരിക്കാൻ തുടങ്ങി. അതായത് സ്ത്രീകൾ തന്നെ, ഞാനൊരു പുരുഷനാണെന്ന് വെക്കാം, സ്ത്രീകൾ തന്നെ പ്രതികരിക്കുന്നു. പലപ്പോഴും ഇത്തരത്തിൽ ഒരു ആരോപണം വരുമ്പോൾ സ്ത്രീയെ അതിജീവിത എന്ന് വിളിച്ചുകൊണ്ട് അവരെ ഹൈഡ് ചെയ്യപ്പെടുകയും പുരുഷനെ ജനമധ്യത്തിൽ വലിച്ചു പിച്ച് ചീന്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് വളരെ ദൗർഭാഗ്യകരമാണ് എന്ന് പറയാതെ വയ്യ. ഇവിടെ നമുക്കറിയാം, ഈ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിവരമില്ലാത്ത അല്ലെങ്കിൽ തീരെ ദൗർബല്യമുള്ള ഏതെങ്കിലും ഒരു സ്ത്രീയോ അവിടെ കൊണ്ടുപോയി പീഡിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ത്രീയോ അല്ല. ഈ സ്ത്രീ എന്ന് പറയുന്നത് നമുക്കറിയാം വിവരവും വിദ്യാഭ്യാസവും ഉള്ള, ഒരുപക്ഷെ നമ്മുടെ അറിവിലൊക്കെ നമ്മളിപ്പോൾ ചർച്ചകളും മറ്റുമൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജേർണലിസ്റ്റാണ് എന്നുള്ളതാണ്. അപ്പോൾ മാധ്യമത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ചാനലിൽ, ഒരു മുഖ്യധാരാ ചാനലിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീ, അതുപോലെ തന്നെ ഒരു BJP നേതാവിൻ്റെ ഭാര്യയായിട്ടുള്ള ഒരു സ്ത്രീ, അപ്പോൾ സമൂഹത്തിൽ കാര്യവിവരമുള്ള ഒരു സ്ത്രീ തന്നെയാണ്. എങ്ങനെയെങ്കിലും ആർക്കെങ്കിലും കൊണ്ടുപോയി വെറുതെ അവിടെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയി മറ്റടുത്ത് കൊണ്ടുപോയി വീണ്ടും തവണകളായി പീഡിപ്പിക്കുവാനും പറ്റുന്ന ഒരവസ്ഥയിലുള്ള ഒരു സ്ത്രീയല്ല. അപ്പൊ ഇപ്പോൾ പറയുന്ന പല കാര്യങ്ങളും നമ്മുടെ ഒരു സാധാരണ മനുഷ്യന് പോലും ചിന്തിച്ചാൽ കിട്ടുന്നതിനപ്പുറത്തേക്ക് കളവുകൾ നിറഞ്ഞതും രാഷ്ട്രീയ പ്രേരിതവുമായ വിഷയങ്ങളാണ് എന്നുള്ളത്. പിന്നെ നമ്മുടെ ഈ ന്യായ സംഹിതയിൽ തന്നെ നമുക്കറിയാം, ഒരാൾക്ക് ഒരാളെ ഉഭയസമ്മതപ്രകാരം തന്നെ ചെയ്യുമ്പോൾ എത്തരത്തിൽ സമ്മതിപ്പിക്കുക എന്നുള്ള, എങ്ങനെയെങ്കിലും ഭയപ്പെടുത്തിക്കൊണ്ട് സമ്മതിപ്പിച്ചാൽ ആ സമ്മതം
ഒരുപക്ഷെ പോവുകയില്ല. അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആയുധം ചൂണ്ടിക്കൊണ്ടും മറ്റുമൊക്കെ സമ്മതിപ്പിച്ചുകൊണ്ട് പീഡനം നടത്തിയാലും അത് സമ്മതത്തിന്റെ പരിധിയിൽ വരില്ല. അതുപോലെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് അത് കാണിച്ചുകൊണ്ടും മറ്റുമൊക്കെ ചെയ്താലും സമ്മതത്തിന്റെ പരിധിയിൽ വരില്ലെങ്കിൽ പോലും ഇതൊന്നും, ഈ വിഷയങ്ങളൊന്നും ഇവിടെ ബാധകമാകുന്നില്ല എന്നുള്ളതാണ്. താൻ വിവാഹിതയാണെന്ന് ഒളിച്ചു വെച്ചുകൊണ്ട് പോലും രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധം സൃഷ്ടിക്കുകയും എന്നതിന് ശേഷമാണ് രാഹുലിന് വിവാഹിതയാണെന്ന കാര്യം ബോധ്യപ്പെടുന്നത് എന്നൊക്കെ പറയുമ്പോൾ സ്ത്രീയുടെ പക്ഷത്വം വളരെ കൃത്യമായി തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അവൾക്ക് വേണമെങ്കിൽ മുമ്പ് ഈ പരാതി കൊടുക്കാമായിരുന്നു. അത് പോട്ടെ, കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പ് പരാതി ഉയർന്നപ്പോൾ കൊടുക്കാമായിരുന്നു. പക്ഷേ കൃത്യമായി വൈകിപ്പിച്ചുകൊണ്ട് ഇതിനെ ഈ ഒരു ഇലക്ഷൻ സമയത്ത് അല്ലെങ്കിൽ ശബരിമല വിഷയം മറക്കുവാൻ വേണ്ടി വൈകിപ്പിച്ചതിൻ്റെ ഉള്ളിൽ തീർച്ചയായും രാഷ്ട്രീയമുണ്ട്. ഈ രാഷ്ട്രീയത്തിനൊടുവിൽ സമൂഹം മുഴുവനും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിച്ചി ചീന്തുന്നത് കാണുമ്പോൾ അതിനിടക്ക് രാഹുൽ ഈശ്വറിൻ്റെ പുരുഷന്മാർക്ക് വേണ്ടിയുള്ള പ്രവർത്തനം അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഒറ്റക്ക് പോരാടുന്ന രാഹുൽ ഈശ്വറിൻ്റെ ഓരോ വാക്കുകൾക്കും സമൂഹത്തിൽ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് ഇവിടെ എനിക്ക് എടുത്തു പറയാനുള്ളത്. രാഹുൽ ഈശ്വറിനെ സമ്മതിക്കുക തന്നെ വേണം. ഇക്കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ ഒരു ചർച്ചയ്ക്കിടെ ചാനൽ അവതാരികക്ക് പോലും, സ്മൃതി പരുത്തിക്കാടിന് പോലും ദേഷ്യം വരുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം രാഹുലിനോട് നിങ്ങൾ അങ്ങനെ പറയരുത്, ഇങ്ങനെ പറയരുത് എന്നൊക്കെ പറഞ്ഞ് വളരെ കൃത്യമായി ഒരു രാഹുലിനെ പൊതുമധ്യത്തിൽ, രാഹുൽ ഈശ്വറിനെ അവർക്ക് ഇഷ്ടപ്പെടാത്ത കൊണ്ട്, ഈ പ്രവർത്തനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ന്യായീകരിച്ചു കൊണ്ടുവരുന്നത് ഇഷ്ടപ്പെടാത്ത കൊണ്ട് ഒന്ന് കുറവാക്കി കളയാം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ചില കമൻറ്റുകൾ നടത്തിയതായിരുന്നു. എന്നാൽ 8ന്റെ പണിയാണ് സ്മൃതി പരുത്തിക്കാടിന് തൽസമയം തന്നെ രാഹുൽ ഈശ്വർ കൊടുത്തിട്ടുള്ളത്. നമുക്കതിൻ്റെ ചില ഭാഗങ്ങളൊന്ന് കേൾക്കാം. രാഹുൽ, ദയവ് ചെയ്ത് പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്ത കാര്യങ്ങൾ പറയരുത്. ഉത്തരവാദിത്തത്തോടു കൂടി ചർച്ചയിൽ പങ്കെടുക്കണം. ഞാൻ ആദ്യമേ അഭ്യർത്ഥിക്കുകയാണ്. അതിൽ ഞാൻ പറയട്ടെ രാഹുൽ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഈ പരാതിക്കാരിയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളുണ്ടല്ലോ, അത് അങ്ങ് ദയവ് ചെയ്ത് ഇവിടെ വിളിച്ചു പറയരുത്. പക്ഷേ താങ്കൾ ഇന്നലെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, വിവാഹിതയാണ്. നമ്മൾ അത് അപ്പോൾ പറയാൻ ഉദ്ദേശിച്ച കാര്യമല്ല, പറയരുതെന്ന് ഞാൻ അങ്ങോട്ട് തടയുകയും ചെയ്തതാണ്. വിവാഹിതയായിട്ടും വിവാഹിതയാണെന്ന് പറയാതെ വഞ്ചിച്ചു എന്നാണ് അങ്ങ് പറഞ്ഞത്. പക്ഷേ ഇന്ന് രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിവാഹിതയാണെന്നറിയാം, വിവാഹത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം സംസാരിച്ചത്. പിന്നീട് ഒരു ബന്ധത്തിലേക്ക് അത് പോവുകയും ആ ബന്ധം ഏത് തരത്തിൽ എത്തി എന്ന കാര്യമാണ് ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ. അപ്പോൾ താങ്കളുടെ ഇന്നലത്തെ വാദം പൊളിഞ്ഞു എന്നതെന്ന് സമ്മതിച്ചിട്ട് തുടങ്ങാം. സ്മൃതിജി 3 കാര്യങ്ങൾ. ഒന്ന്, സ്മൃതിജി TV ചാനലുകളിൽ വരുന്നതിന് മുമ്പ് മാധ്യമങ്ങളിൽ വരികയും താങ്കൾ ചെയ്ത പരിപാടികളെക്കാൾ കൂടുതൽ ചർച്ചയിൽ പങ്കെടുക്കുകയും BBC അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ചർച്ചയ്ക്കിരുന്നൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് എന്ത് പറയണം പറയണ്ട എന്ന് നന്നായിട്ട് അറിയാം. കേരളത്തിലെ മാധ്യമങ്ങളിലല്ലേ പല ചർച്ചകളിലായി രാഹുൽ ഞാൻ 22 കൊല്ലമായി പണി തുടങ്ങിയിട്ട്. അതിന് മുമ്പ് ണ്ട്. അപ്പൊ അതുകൊണ്ട് സ്മൃതി മാഡം ചെയ്ത പരിപാടികളെക്കാൾ കൂടുതൽ പരിപാടികൾ ഞാൻ ചെയ്തില്ല. ഞാൻ ചെയ്ത പരിപാടി ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴും ശബരിമല നിൽക്കുന്നത്. ഉറപ്പായിട്ടും പറ്റില്ല. അതുകൊണ്ടാണ് ഡിസംബർ 8 എന്നെ ചർച്ചയ്ക്ക് വിളിക്കണം. ഞാൻ റിപ്പോർട്ടിൽ ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. അയ്യോ ഇല്ലല്ലോ, എന്റെ വിശ്വാസമാണ്. നിങ്ങൾക്ക് എഴുതി തന്നിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് നമുക്ക് ഡിസംബർ 8 കാണാം. അതുകൊണ്ട് നമുക്ക് എന്താണ് ഒരു ആത്മവിശ്വാസം അല്ലേ? കേസ് പഠിച്ചതിന്റെ ആത്മവിശ്വാസമാണ്. ശബരിമല പോരാട്ടത്തിന് സുപ്രീം കോടതിക്ക് ഇറങ്ങിയതിന്റെ ആത്മവിശ്വാസമാണ്. സത്യമേ ഞാൻ പറയുന്നുള്ള ആത്മവിശ്വാസമാണ്. അതുകൊണ്ടാണ് വിഷയത്തിലേക്ക് വരൂ. തൽക്കാലം ഈ വിഷയത്തിലേക്ക് വരൂ. താങ്കൾ ഈ വിഷയത്തിലേക്ക് വരൂ. എന്ത് പറയാം എന്ത് പറയണ്ടെന്ന് ബാക്കി ആരെ കാട്ടില്ല ഞാൻ പറയും. അതായത് നമ്മുടെ വേദിയിൽ, നമ്മുടെ പ്ലാറ്റ്ഫോമിൽ എന്ത് പറയണമെന്ന് എനിക്ക് പറയാമല്ലോ രാഹുൽ. അങ്ങയുടെ അഭിപ്രായം പറയാം, അതിലൊന്നും തടയുന്നില്ല. പക്ഷേ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തരുത് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ബാക്കി പറഞ്ഞോളൂ. ഒരു നിയമ വിദ്യാർത്ഥിയായ ലോയറായ മാധ്യമങ്ങളിൽ ഇത്രയും വർഷം പരിചയമുള്ള ചർച്ചയ്ക്കിരുന്ന് എനിക്കറിയാം എന്ത് പറയണം വേണ്ട എന്നുള്ളത്. 22 വർഷം ന്യൂസ് ചാനൽ മാത്രമാണ്. അതിനുമുമ്പ് ഒരു 5 വർഷം ഞാൻ TV വർക്ക് ചെയ്തിരുന്നു. അപ്പൊ 27 വർഷമുണ്ട് എനിക്ക് മാഡത്തെക്കാട്ടി കൂടുതൽ. അതോർത്ത് അപ്പൊ അതാണ് ആ ഒരു കുറവാക്കലിന് സ്മൃതിക്ക് തൽസമയം തന്നെ കൃത്യമായി അങ്ങ് കിട്ടി എന്നുള്ളതാണ്
കഴിഞ്ഞ ദിവസത്തെയും മറ്റുമൊക്കെ ദേഷ്യം ചർച്ചയിൽ പങ്കെടുത്ത് രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്നുണ്ടായ ചില പ്രതികരണത്തിൽ അത് ഈ സ്മൃതിക്ക് ഇഷ്ടപ്പെടാത്തതിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു കുറവാക്കൽ നടക്കുന്നത്. പക്ഷേ ഒന്നിനും നിന്നുകൊടുത്തില്ല, വളരെ കൃത്യമായി തന്നെ തത്സമയം തന്നെ മറുപടി കൊടുത്തു. ഏതായാലും ഈ ഒരു കേസ് മാനിപ്പുലേറ്റഡ് ആണ്, ഇതൊരു കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോടതിയിൽ ഈ കേസ് നിലനിൽക്കുമെന്ന് തന്നെ തോന്നുന്നില്ല. ഏതായാലും തെറ്റാര് ചെയ്താലും തെറ്റാണ്, നമ്മളും പീഡിപ്പിക്കപ്പെട്ടവരുടെ കൂടെയാണ്. പക്ഷേ ഇരു കൂട്ടരും സമ്മതപ്രകാരം ഒരു കാര്യം ചെയ്യുകയും പിന്നീട് പുരുഷനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ആക്രമിക്കുകയും ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ ചില നിയമ ഭേദഗതി, നിയമത്തിൻ്റെ ഇളവുകൾ സ്ത്രീകൾ മാത്രം കൈപ്പറ്റുന്നു എന്നുള്ളത് ദൗർഭാഗ്യകരമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം വിടാം. നമുക്ക് വീണ്ടും കാണാം.